ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പം എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ്. ആ ഒരു ഇസ്മില്ലേ നമ്മൾ കഴിയുന്നത്ര രീതിയിൽ ഒരുപാട് തവണ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്കില്ലേ ഈമാനിന് ശക്തി ലഭിക്കും, സാമ്പത്തിക പുരോഗതി, സമ്പത്തിൽ വർധനവുണ്ടാവും. അപ്പം നമുക്ക് ഈമാനിന് ശക്തി ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈമാൻ ഏറ്റക്കുറച്ചിലില്ലാതെ ഒരേപോലെയുള്ള ഈമാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഈമാനില്ലാതെ എന്താ പറയുക, എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുന്ന അവസ്ഥ നമുക്ക് ആർക്കും തരാണ്ടിരിക്കട്ടെ. നമുക്ക് എന്താ പറയുക, എപ്പോഴും ഈമാൻ അള്ളാഹു ശക്തി നൽകട്ടെ, നമ്മളെ ഈമാൻ അള്ളാഹു സംരക്ഷിക്കട്ടെ. അതേപോലെ മക്കൾക്കായാലും ഭർത്താക്കന്മാർക്കായാലും ആർക്കായാലും അല്ലേ, ചില ആളുകളുണ്ടാവും നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളുണ്ടാവും. ചില സമയത്ത് അല്ലാത്ത നിസ്കാരവും ഓത്തും ദിക്റൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിതെന്നും ഒരേപോലെ അള്ളാഹു തൃപ്തിപ്പെട്ട ഈമാൻ നമുക്ക് അള്ളാഹു നൽകട്ടെ. അപ്പം ഈ ഒരു ഇസ്മ നമ്മളിൽ ഒരുപാട് തവണ പതിവാക്കണം. എത്ര തവണയെന്ന് പറയുന്നില്ല, ഒരുപാട് തവണ പതിവാക്കണമെങ്കിൽ എനിക്ക് അനുഭവങ്ങളുണ്ട്. ഞാൻ പറയാം കേട്ടോ. ഞാനിത് ഈ ഒരു ഇസ്മ ഞാൻ ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എന്താ പറയുക, അല്ലെങ്കിൽ നിസ്കരിക്കുക എന്നല്ല, നിസ്കാരം ഖളാക്കാതെ അൽഹംദുലില്ലാഹ് ഒരുപാട് വർഷമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് നിസ്കാരം ഖളാക്കിയിട്ടില്ല. സാഹചര്യം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാരണം ഖളായി പോകുന്നല്ലാതെ അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഞാൻ ഖളാക്കിയിട്ടില്ല. അള്ളാഹു മരിക്കുന്ന കാലം വരെ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അപ്പോൾ നമുക്ക് ഈമാനും വല്ലാത്തൊരു പവറായിരിക്കും. ഈ ഒരു ഇസ്മ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ, ഈമാനില്ലെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ തോന്നില്ല, ദിക്ർ എല്ലാം തോന്നില്ല, ഖുർആൻ ഓതാൻ തോന്നില്ല, ഒരു അലസതയായിരിക്കും, ഒരു ഉണർവില്ലാത്ത പോലെ ആയിരിക്കും അല്ലേ. രാവിലെ എണീച്ച് സുബഹി നിസ്കരിച്ച് രാവിലെ എണീച്ച് സുബഹി നിസ്കരിച്ച് ഇടയ്ക്ക് മോന് വന്നത് കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്ത് രാവിലെ എണീച്ച് സുബഹി നിസ്കരിച്ച് എന്താ പറയുക, കുറച്ച് ദിക്റും സലാത്തുകളും അദ്കാറുകളൊക്കെ ചൊല്ലി, സാധാരണ നമ്മൾ ചെയ്യുന്നല്ലേ, സാധാരണ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ദിക്റും സലാത്തൊക്കെ ഉണ്ടാവില്ലേ ചില ആളുകൾക്ക്. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. സുബഹി നിസ്കരിച്ച് അങ്ങനെ തന്നെ, സുബഹി അല്ല ഏത് നിസ്കാരമാണെന്ന് നിസ്കരിച്ച് അങ്ങനെ തന്നെ ഞാൻ ഈ ചൂടൂല, എന്തെങ്കിലും കുറച്ച് ചൊല്ലിയിട്ടേ പോകുള്ളൂ. അപ്പോൾ ഈ ഒരു ഇസ്മില്ലേ നമ്മൾ കഴിയുന്നത്ര രീതിയിൽ തവണ കഴിയുന്നതും ഇത് പതിവാക്കുമ്പോൾ നമ്മൾ തനിച്ചിരുന്ന് പതിവാക്കുക, ആരും ശല്യമൊന്നും ഇല്ലാതെ ഒഴിഞ്ഞിരുന്ന് ഒളു ചെയ്ത് നല്ല മനസ്സാന്നിധ്യത്തോടെ കൂടി നമ്മളിരുന്ന് ചൊല്ലിയൊക്കെ അതേ ഒരു തൃപ്തി നമ്മുടെ മനസ്സിന് ഈമാൻ അല്ലാഹു തരും. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. യാ വാജിദു യാ അല്ലാഹ് എന്ന ഇസ്മാട്ടോ. അതിന് നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്ന ചെല്ലട്ടോ. ചെല്ലുന്നതിന് നമ്മൾ പതിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എല്ലാവർക്കും ഈമാനും ഇസ്സത്തും സലാമത്തും എന്താ പറയുക, ഈമാനിൻ്റെ തൃപ്തിയോടെ കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ മക്കൾക്കായാലും ഭർത്താക്കന്മാർക്കായാലും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്നും ലൈക്ക് ചെയ്യാൻ കേട്ടോ. ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് ഉയർന്നു പോകും. അതേപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാൻ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, എന്തെങ്കിലും ഒന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.